കൃഷി ഭാരതീയർക്ക് ഒരു തൊഴിലിനപ്പുറം ജീവിതചര്യയുടെ ഭാഗമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിന്റെ ആരംഭത്തിൽ തന്നെ ഭാരതീയർ കന്നുകാലികളെ, പ്രത്യേകിച്ച് പശുക്കളെ വളർത്തിയിരുന്നു. ഋഗ്വേദ കാലത്തിന്റെ അവസാനത്തോടെയാണ് മൃഗപരിപാലനത്തിനൊപ്പം കൃഷിയും ഭാരതീയരുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി തീരുന്നത്. പ്രകൃതിയെ ഒട്ടും മലിനമാക്കാതെയും ഭൂമിക്ക് മേലുള്ള ആഘാതങ്ങൾ പരമാവധി കുറച്ചുകൊണ്ടുമുള്ള പരിസ്ഥിതി സൗഹൃദ കൃഷിരീതി അക്കാലത്തുള്ളവർ അനുവർത്തിച്ചു പോന്നു. അഥർവവേദത്തിൽ ഭൂമിയെ മാതാവായാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കൃഷി ജീവിതചര്യയാക്കിയിരുന്ന സംസ്കാരം കാലക്രമേണ വിസ്മൃതിയിലായി. മണ്ണിനെ വിവേചനരഹിതമായി ചൂഷണം ചെയ്ത് പരമാവധി ഉൽപാദനവും ലാഭവും ഉണ്ടാക്കുക എന്ന നിലയിലേക്ക് കൃഷി പരിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് താൽക്കാലികമായി ഉൽപാദന വർധന ഉണ്ടാക്കിയെങ്കിലും മണ്ണിന്റെ ജീവനും ഉൽപാദനശേഷിയുമൊക്കെ നഷ്ടപ്പെടുത്തി അതിനെ ഊഷരമാക്കി. വൻതോതിലുള്ള പരിസ്ഥിതി മലിനീകരണത്തിനും ഇത് കാരണമായി. കൃഷിയുടെ പരിസ്ഥിതി സൗഹൃദ രൂപം വീണ്ടെടുക്കുന്നതിനും അതിലൂടെ ആഗോള താപനവും കാലാവസ്ഥാ മാറ്റവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് തടയിടുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് ഭാരതത്തിൽ ആക്കം കൂടിയിട്ടുണ്ട്. കേരളത്തിലും നിരവധി കർഷകർ പരിസ്ഥിതി സൗഹൃദ കൃഷിയിലേക്ക് തിരിയുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദ കർഷകരുടെ അനുഭവങ്ങളും ചെയ്തറിവുകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ വേദി ഒരുക്കാനായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2014 ഫെബ്രുവരി 20 തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഹാളിൽ വച്ച് ഹരിത സംഗമം 2014 സംഘടിപ്പിച്ചു. ഇത്തരം കർഷക സംഗമങ്ങളിലൂടെ കൂടുതൽ കർഷകരെ പരിസ്ഥിതി സൗഹൃദ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നത് ജൈവ വൈവിധ്യ ബോർഡിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ജൈവവൈവിധ്യത്തിൻ്റെ വൻതോതിലുള്ള ശേഖരം ഉള്ള വിഭാഗമാണ് നമ്മുടെ കർഷകർ. അവരുടെ നാട്ടറിവുകളും കൃഷിരീതികളും സമ്പ്രദായങ്ങളുമെല്ലാം അവരുടേതായ രീതിയിൽ സംഭരിച്ച് വെച്ച് വളരെ വ്യക്തമായ രീതിയിൽ കൃഷി ചെയ്ത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയും അതേപോലെ തന്നെ അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും വളർത്തിയെടുക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കർഷകരെ ജനമധ്യത്തിൽ കൊണ്ടുവരുവാനും അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമായി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും വേണ്ടിയുള്ള സംരംഭമായാണ് ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ബയോഡൈവേഴ്സിറ്റി മീറ്റുകൾ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് നടപ്പിലാക്കുന്നത്. ഹരിത സംഗമത്തിൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നായി 300ഓളം കർഷകരും ജൈവ വൈവിധ്യ ബോർഡിന്റെ ജില്ലാ കോഓർഡിനേറ്റർമാരും ജൂനിയർ റിസർച്ച് ഫെലോകളും പങ്കെടുത്തു. സെമിനാറോടുകൂടിയാണ് ഹരിത സംഗമം ആരംഭിച്ചത്. കേരള കാർഷിക സർവകലാശാലയിലെ റിട്ടയർഡ് പ്രൊഫസറും സസ്യപ്രജനന വിഭാഗം തലവനുമായിരുന്ന ഡോക്ടർ ആർ ഗോപിമണി സെമിനാറിന്റെ മോഡറേറ്ററായി. പരിസ്ഥിതി സൗഹൃദ കൃഷിയുടെ പ്രസക്തി ഡോക്ടർ ഗോപിമണി വിശദമാക്കി. കൃഷിയും ജൈവവൈവിധ്യവും തമ്മിലുള്ള ബന്ധം പരസ്പര വിരുദ്ധമാണ് എന്ന ഒരു ധാരണയുണ്ടായിരുന്നു. അത് ശരിയുമാണ്. കാരണം 10,000 കൊല്ലം മുമ്പ് മനുഷ്യൻ കൃഷി ആരംഭിച്ചത് ഈ 100% ജൈവവൈവിധ്യമുള്ള വനങ്ങളെ നശിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ വനം നശീകരണത്തിലൂടെയാണ് കൃഷി ഇവിടെ ഉത്ഭവിക്കുന്നത് തന്നെ. ഓരോ കൃഷി വികസനത്തിലും വനത്തിൻ്റെ നാശമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതൊരു നാശമായി നമ്മൾ ഈ അടുത്ത കാലം വരെ കണ്ടിരുന്നില്ല. മനുഷ്യൻ്റെ ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് കൃഷിഭൂമിയും വർദ്ധിക്കണം, അവൻ്റെ ഭക്ഷ്യവസ്തുക്കൾ വർദ്ധിക്കണം, അവൻ്റെ മറ്റ് ഉപഭോഗ വസ്തുക്കളെല്ലാം ഉണ്ടാക്കാൻ കൃഷി വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ വനനശീകരണം ഒരു പ്രശ്നമല്ല എന്ന് ലോക ജനത ചിന്തിച്ചിരുന്ന ഒരു കാലം പണ്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ തനതായ നാടൻ ഗോക്കൾ അതിജീവന ശേഷിയിൽ ഏറെ മുന്നിലാണ്. പാൽ ഉൽപാദനം കുറവാണെങ്കിലും ഇവയുടെ പാൽ ഔഷധമേന്മയിൽ മികച്ചു നിൽക്കുന്നു. നാടൻ പശുക്കളുടെ മൂത്രത്തിനുമുണ്ട് ഔഷധമേന്മകൾ. ഈ വിഷയത്തെക്കുറിച്ചാണ് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടറായ ഡോക്ടർ എൻ സുധോധനൻ കർഷകരോട് സംസാരിച്ചത്. അതേസമയം പാൽ ഉൽപാദനത്തിൽ പിന്നിലായ കേരളത്തെ സംബന്ധിച്ച് സങ്കര പശുക്കളെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്യുന്നത് അഭികാമ്യമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
ജൈവകൃഷി എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും പച്ചിലയും ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രചരണത്തിൽ പാലും ഒരു ഘടകം മാത്രമായിട്ട് കണക്കാക്കുകയും പശുവിൻ്റെ ചാണകത്തിനും മൂത്രത്തിനും പിന്നെ കിട്ടുന്ന പാലിനുമായിട്ട് നാടൻ പശുക്കളെ വലിയ ഒരു പ്രചാരം വന്നിട്ടുണ്ട്. ഇതിന് കേരളത്തിലെ സ്ഥലവിസ്തൃതി വളരെ കുറവാണ്. കാരണം വലിയ നഗരവൽക്കരണം കാരണം നമുക്ക് ഒരു കാറ് നിർത്താനുള്ള സ്ഥലം പോലും ഒരു പശുവിന് വേണ്ടി കൊടുക്കാനില്ല. അപ്പോൾ കാർ ഷെഡിൻ്റെ മൂലയ്ക്ക് നിൽക്കുന്ന വളരെ ചെറിയ ശരീരമുള്ള, വളരെ കുറച്ച് ഭക്ഷണം ആവശ്യമുള്ള, വളരെ കുറച്ച് ജലം ആവശ്യമുള്ള, നോക്കാനും പരിചരിക്കാനും ആരും ആവശ്യം വേണ്ടാത്ത, പക്ഷേ വീട്ടാവശ്യത്തിന് 2 ലിറ്റർ പാല് തരുന്ന, അത് വിസർജിച്ചാൽ തന്നെ ദുർഗന്ധവും മലിനീകരണവും ഈച്ചയും കൊതുവും ഒന്നും വരാത്ത വിധത്തിലുള്ള ഒരു നഗരത്തിലെ പശുവായിട്ട് നാടൻ പശുക്കൾ ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സങ്കരവർഗം പശുക്കളുടെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളർത്തു ചെലവ് സാധാരണ കർഷകന് താങ്ങാൻ കഴിയാത്തതിലേറെ അതിന് വളരെ പരിഷ്കൃതമായ തൊഴുത്ത് വേണം, കിടക്കാൻ കൗബെഡ് വേണം, കുടിക്കുന്നതിന് 60 ലിറ്ററിൽ കുറയാത്ത വെള്ളം ആവശ്യമുണ്ട്, 2 നേരം ദേഹം കഴുകുന്നതിന് 100 ലിറ്ററോളം വെള്ളം ആവശ്യമുള്ളപ്പോൾ ഇത് തരുന്നത് 8 ലിറ്റർ പാലാണ്. പക്ഷേ ഈ പരിചരണങ്ങളൊന്നുമില്ലാതെ ഒരു സീറോ ഇൻപുട്ടിൽ നമുക്ക് 2 ലിറ്റർ പാല് തരുന്ന നാടൻ പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യം വളരെ വർദ്ധിച്ചിരിക്കുന്നു. നിരവധി നാടൻ നെല്ലിനങ്ങളുടെ കലവറയായിരുന്നു കേരളം. വരൾച്ച, വെള്ളപ്പൊക്കം എന്നിവയ്ക്കെതിരെ മികച്ച പ്രതിരോധം കാഴ്ചവച്ചിരുന്ന ഈ ഇനങ്ങളിലേറെയും ഇന്ന് വംശമറ്റുപോയി. ഇവയുടെ സംരക്ഷണവും പുതിയ നെല്ലിനങ്ങൾ ഉരുത്തിരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ ഈ ഇനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതും ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണെന്ന് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ എസ് ലീനാകുമാരി സെമിനാറിൽ അഭിപ്രായപ്പെട്ടു. കേരളത്തിൻ്റെ ഒരു സ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് പണ്ട് നിലനിന്നിരുന്ന പല ഇനങ്ങളും വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇനങ്ങൾ വെള്ളം ഉയരുന്നതിനനുസരിച്ച് ഉയർന്നു വളരാനും എത്ര വെള്ളക്കൂടുതൽ ഉണ്ടെങ്കിലും അവിടെ നിലനിൽക്കാനും സാധിക്കുന്ന തരത്തിലുള്ള നെല്ലിനങ്ങൾ, ഔഷധ ഗുണമുള്ള നെല്ലിനങ്ങൾ, സുഗന്ധ നെല്ലിനങ്ങൾ, കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ള നെല്ലിനങ്ങൾ തുടങ്ങി ഏതാണ്ട് 2000-ലേറെ പരമ്പരാഗത നെല്ലിനങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് കണക്ക്. അവയിൽ പലതും ഇപ്പോൾ നാമാവശേഷമായിട്ടുണ്ടെങ്കിലും ഇന്ന് നമുക്ക് പുതിയ നെല്ലിനങ്ങളുടെ വികസനത്തിനായിട്ട് ഇതിൽ പലതിനെയും ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണ പ്രക്രിയ തന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ജൈവവൈവിധ്യ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അതിന് വളരെയേറെ ശ്രദ്ധ ലഭിക്കുന്നുണ്ട്. ഭാരതത്തിലെ പരമ്പരാഗത കൃഷി ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ അധിഷ്ഠിതവും ജൈവ രീതിയിലുള്ളതുമായിരുന്നു. ഇന്ന് ജൈവ കൃഷിക്ക് അനുയോജ്യമായ ഒട്ടേറെ സാങ്കേതിക വിദ്യകളും ജൈവ വളക്കൂട്ടുകളും ജൈവ കീടനാശിനികളുമൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട്. ജൈവ കൃഷി ആദായകരവുമാണ്. ഈ രംഗത്തെ തൻ്റെ അനുഭവങ്ങളാണ് കന്യാകുമാരി നാച്ചുറൽ റിസോഴ്സസ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ പി കമലാസനൻ പിള്ള വിശദമാക്കിയത്. നമ്മളെ പ്രകൃതി വളരെയധികം അനുഗ്രഹിച്ചൊരു നാടാണ് നമ്മുടെ കേരളം. പൊതുവെ കേരളം നമ്മളിവിടെ വളരെയധികം വിഭിന്നങ്ങളായ പഴങ്ങൾ, വിഭിന്നങ്ങളായ പച്ചക്കറികൾ, വിഭിന്നങ്ങളായ ധാന്യങ്ങൾ ഇവയെ കൊണ്ടൊക്കെ അനുഗ്രഹീതമാണ്. എന്നിട്ട് കൂടി നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. ഈ പ്രധാന രോഗങ്ങളായ ക്യാൻസർ, ഹാർട്ട് ഡിസീസ്, കിഡ്നി പ്രോബ്ലം, ഇതിലൊക്കെ ഒരു പ്രധാന കാരണം നമ്മുടെ ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന വിഷങ്ങളും നമ്മളെ ലൈഫ് സ്റ്റൈലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ്. ഇതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ കൂടുതലായി ജൈവ കൃഷിയിലേക്ക് മാറണം. ജൈവ കൃഷി മാറുന്നത് മൂലം നമുക്ക് ഒന്ന് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കൃഷി എന്നുള്ള ചിലവ് കുറയും. മറ്റൊന്ന് നമ്മളെ ഉൽപ്പന്നങ്ങൾ, ജൈവ കൃഷിയുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേന്മ കൂടും. അത് പോഷക സമ്പുഷ്ടമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സൂക്ഷ്മമൂലകങ്ങളും ബീറ്റാ കരോട്ടിനും അതുപോലുള്ള ബയോകെമിക്കൽസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗങ്ങളെ ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കാനും നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഒരു റെസിസ്റ്റൻസ് പവർ കിട്ടാനും നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് ദേശീയ വ്യാപകമായി നമ്മൾ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിട്ട് വരുന്നത്. സെമിനാറിനെ തുടർന്ന് കർഷകർ തങ്ങളുടെ അനുഭവങ്ങളും ചെയ്തറിവുകളും പങ്കിട്ടു. മെമ്പർ സെക്രട്ടറി ഡോക്ടർ കെ.പി. ലാലാദാസ് ആമുഖ പ്രസംഗം നടത്തി. സയന്റിഫിക് ഓഫീസർ GS ഉണ്ണികൃഷ്ണൻ പ്രമുഖ കർഷകരെ സദസ്സിന് പരിചയപ്പെടുത്തി. 17ഓളം പശുവിനങ്ങളെ വളർത്തി സംരക്ഷിക്കുന്ന കൊടുങ്ങല്ലൂർ സ്വദേശി ചന്ദ്രൻ മാഷ് കർഷകർ ഇവയുടെ മേന്മകൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി. ഈ പശുക്കളെ
പാലിനു വേണ്ടി മാത്രമല്ല, കൃഷിക്ക് വേണ്ട ചാണകത്തിനും ഔഷധമേന്മയുള്ള ഗോമൂത്രത്തിനും കൂടി വേണ്ടിയാണ് കർഷകർ പണ്ട് വളർത്തിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ കൃഷിക്കാരൻ വളരെ ഒരു മനുഷ്യനും കൃഷിയിലേക്ക് വരുന്നില്ല. കാരണം എന്തുണ്ട്, അത് ഒരു പണം സമ്പാദിക്കാൻ ജീവിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ്. ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്നത് എത്രയോ ആയിരങ്ങളാണ്. ഒരു 2000-5000 രൂപ ഒരു കൃഷിക്കാരന് കിട്ടാൻ മാർഗത്തിലുള്ള സഹായ പദ്ധതികൾ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ കാർഷിക രംഗത്തേക്ക് കൃഷിക്കാരെ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അത് നാശത്തിൻ്റെ പക്കത്തിലേക്ക് എത്തിപ്പോകും. പുതിയ രീതിയിലുള്ള കൃഷി സമ്പ്രദായം, ഇത് രാസവളം ഉപയോഗിക്കാതെയുള്ള കൃഷി സമ്പ്രദായം, പശുവിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു കൃഷി സമ്പ്രദായം ഈ നാട്ടിൽ നടത്തിയാൽ മാത്രമേ അടുത്ത തലമുറ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കൃഷി സമ്പ്രദായത്തെ നമ്മൾ വളർത്തിയെടുത്തേ പറ്റൂ. അത് നമ്മുടെ ആവശ്യമാണ്. നാടിൻ്റെ നാളേക്ക് വേണ്ടിയിട്ടുള്ളൊരു വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കേരളത്തിലെ പാരമ്പര്യ കൃഷി രീതിയായ സംയോജിത കൃഷി പുനരുജ്ജീവിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കൃഷിക്കൊപ്പം കന്നുകാലികൾ, മത്സ്യം, കോഴി, താറാവ് എന്നിവയൊക്കെ വീട്ടുവളപ്പുകളിൽ വളർത്തുന്ന ഇത്തരം കൃഷിരീതി കേരളത്തിലെ ഓരോ വീടുകളെയും ഭക്ഷ്യ സ്വാശ്രയത്തിലേക്ക് നയിക്കുമെന്ന് കോട്ടയം മണ്ണാർക്കാടുള്ള പ്രമുഖ ജൈവ കർഷകനായ ആൻഡ്രൂസ് ഏലിയാസ് വയലിൽ വ്യക്തമാക്കി. ഞങ്ങൾ ചെയ്യുന്നത് തികച്ചും ജൈവ കൃഷിയാണ്. ഏതാണ്ട് 18 ഇനം പച്ചക്കറികളോളം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. കാബേജും ടൊമാറ്റോ മുതലായവിടെ ഇല്ലാത്ത സാധനങ്ങളും ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വഴുതന, വെണ്ട, ഇതിനൊക്കെയും തന്നെ വളം ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് തികച്ചും വേസ്റ്റായി നമ്മൾ തള്ളിക്കളയുന്ന സാധനങ്ങളെ ഉപയോഗിച്ച് വളം ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി. കരികളെ തൂത്തുവാരിയെടുത്ത് ചാണകവും ചേർത്ത് വിരവളമുണ്ടാക്കി ഞങ്ങൾ ഉപയോഗിക്കും. ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള നിരവധി ഹോട്ടലുകളിലെ വേസ്റ്റുകൾ ശേഖരിച്ച് അവയെ കൊണ്ടുവന്ന് ഞങ്ങൾ പന്നിക്കും മറ്റ് മൃഗങ്ങൾക്കും ഭക്ഷണമായി നൽകുന്നു. നാടൻ നെല്ലിനങ്ങളുടെ ഈറ്റില്ലമായിരുന്നു വയനാട് ജില്ല. അതിജീവന ശേഷിയിൽ മാത്രമല്ല, രുചിയിലും ഗുണത്തിലും ഔഷധമേന്മയിലും മുന്നിൽ നിൽക്കുന്ന നിരവധി നാടൻ നെല്ലിനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഇതിൽ നല്ല പങ്കും അന്യം നിന്നുപോയിട്ടുണ്ട്. വയനാടൻ നെല്ലിനങ്ങൾ സംരക്ഷിക്കാനുള്ള ഒറ്റയാൾ പോരാട്ടമാണ് ചെറുവയൽ രാമൻ്റേത്. 10 വയസ്സ് മുതൽ ഞാനിപ്പോൾ കൃഷി ചെയ്തിട്ട് ഏകദേശം ഒരു 54 വർഷം, നീണ്ട 54 വർഷക്കാലം ഇപ്പോഴും കൃഷി തന്നെ ചെയ്യുന്നുണ്ട്. വയനാടിൻ്റെ തനത് നെൽവിത്തുകളാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. രാസവളമോ കീടനാശിനികളൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. സാധാരണ തനതായിട്ട് പാരമ്പര്യ കൃഷിയാണ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 41 നെൽവിത്തുകൾ, വയനാടിൻ്റെ തനിമയായ നെൽവിത്തുകൾ ഞാനിപ്പോൾ കൃഷി ചെയ്ത് നിലനിർത്തിക്കൊണ്ട് വരികയാണ്. ഇതൊരു ലാഭത്തിന് വേണ്ടിയല്ല, വിത്തുകൾ നഷ്ടപ്പെട്ടു പോകും എന്നതിൻ്റെ ഒറ്റ ഉദ്ദേശം കൊണ്ട്. കേരളത്തിലെ വിലപ്പെട്ട ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് കരുനാഗപ്പള്ളി സ്വദേശി നരേന്ദ്രൻ സംസാരിച്ചത്. 2000-ഓളം അപൂർവ ഔഷധ സസ്യങ്ങളെ സ്വന്തം പറമ്പിൽ സംരക്ഷിക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രൻ. കേരളത്തിലെയും മറ്റ് വിദേശ രാജ്യങ്ങളിലെയൊക്കെ ധാരാളം ഔഷധ സസ്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് അതിനെ സംരക്ഷിക്കുകയും അതിൻ്റെ വൈവിധ്യങ്ങൾ, ജൈവ വൈവിധ്യ രീതിയിലുള്ള ഇനങ്ങൾ ഞാൻ ശേഖരിച്ച് സംരക്ഷിച്ചു വരുന്നുണ്ട്. കുട്ടനാടൻ കായൽ നിലങ്ങൾക്ക് ആവേശഭരിതമായ ഒരു ചരിത്രമുണ്ട്. നിലയില്ലാത്ത കായൽ കുത്തി വെള്ളം വറ്റിച്ച് അവയെ കായൽ നിലങ്ങളാക്കി മാറ്റിയ ചരിത്രം. കുട്ടനാടൻ കായൽ കുത്തലിന് തുടക്കം കുറിച്ച മത്തായി ലൂക്ക പള്ളിത്താനത്തിന്റെ ചെറുമകൻ സുഭാഷ് ലൂക്ക ഇതേക്കുറിച്ച് സംസാരിച്ചു. പള്ളിത്താനം കുടുംബം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി അധ്വാനശീലരും കർഷകരുമാണ്. ആ പാരമ്പര്യം തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കുടുംബത്തിലുള്ള വക്കീലന്മാരും എഞ്ചിനീയർമാരും ഒക്കെ കൃഷിയിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ ഈ കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ളവരാണ്. കൂടുതലും ജൈവ വളം തന്നെ നെൽകൃഷി ഒഴിച്ച് ബാക്കി എല്ലായിടത്തും രാസവളം ഇടാറേയില്ല. പച്ചക്കറിയിൽ സമ്പൂർണ്ണ ജൈവ കൃഷി അനുവർത്തിക്കുന്ന കൊല്ലം പെരുങ്കുളം സ്വദേശി സി നരേന്ദ്രനാഥ് ഹരിത സംഗമത്തിൽ തന്റെ അനുഭവം പങ്കിട്ടു. കേരളത്തിലെ കർഷകർ ജൈവ കൃഷിയിലേക്ക് ചുവടുമാറാൻ ഇനിയും അമാന്തിക്കരുതെന്ന്
നരേന്ദ്രനാഥ് ആവശ്യപ്പെടുകയുണ്ടായി. കഴിഞ്ഞ 30 വർഷക്കാലമായി കാർഷിക വൃത്തിയിലൂടെയാണ് എൻ്റെ ഉപജീവനമാർഗവും. ഈ അവലംബിച്ച നാളുകളിൽ ജൈവരീതിയെക്കുറിച്ചുള്ള യാതൊരു വിധമായ അറിവോ അതിൻ്റെ പുസ്തകങ്ങളോ അതിൻ്റെ രീതികളോ ഒരിടത്തും ലഭ്യമായിരുന്നില്ല. ആയതിനാൽ കൃഷി ആരംഭിച്ച 3 വർഷക്കാലം അതീവ ഗുരുതരമായ പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങളും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. തുടങ്ങിയ കാലം മുതൽ തന്നെ ഇതിൻ്റെ അറിവ് കിട്ടാത്തതും പോലെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇത് കൃഷി നടത്തിക്കൊണ്ടു പോകുന്നത്. ഇപ്പോഴും പരീക്ഷണ രീതിയിലാണ് ആ കൃഷി നടത്തിക്കൊണ്ടു പോകുന്നത്. അതിനാൽ ഇത്രയും വർഷത്തെ കാലത്തിന് അകം വെച്ച് പല രീതിയിലും ജൈവ രീതിയിലുള്ള പുതിയ അറിവുകൾ, പുതിയ രീതികൾ അവലംബിക്കാനുള്ള രൂപങ്ങൾ എല്ലാം തയ്യാറാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ പരമ്പരാഗത നാട്ടുചികിത്സ ഒരു കാലത്ത് വ്യാപകമായി പ്രചാരത്തിലുണ്ടായിരുന്നു. എന്നാൽ ഔഷധവൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും ശോഷണം ഗുണം കുറഞ്ഞ ബദലുകൾ ഉപയോഗിക്കപ്പെടുന്ന സ്ഥിതി സംജാതമാക്കി. നാടൻ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് സംസാരിച്ച ജോസ് പാറശ്ശേരിയുടേതായിരുന്നു ഈ അഭിപ്രായം. പ്രകൃതി നമുക്ക് കരിഞ്ഞു നൽകിയിരിക്കുന്ന ആ ജൈവ പരിസ്ഥിതിയിൽ ഒതുങ്ങുന്ന ഔഷധ സസ്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ യാതൊരുവിധ കൃത്രിമ മരുന്നുകളുടെ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മുടെ മണ്ണിൽ, നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് വളരെ എളുപ്പമായിട്ട് കൃഷി ചെയ്യാവുന്ന സാധനങ്ങളാണ്. അതിൻ്റെ നേട്ടം വളരെ വലുതാണ്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി ജൈവ കൃഷി അനുവർത്തിക്കുകയും പാലക്കാട് ജില്ലയിൽ അത് പ്രചരിപ്പിക്കുവാൻ യത്നിക്കുകയുമാണ് അരവിന്ദൻ. ഞാൻ നിലവിൽ പാലക്കാട് ജില്ലാ ജൈവ കർഷക സമിതിയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ഏതാണ്ട് 1000-ൽ പരം അംഗങ്ങൾ ഇന്ന് നിലവിൽ ഞങ്ങളുടെ ജൈവ കർഷക സമിതിയിൽ, കേരള ജൈവ കർഷക സമിതിയിൽ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൃഷിക്കാരെ ജൈവ കൃഷിയിലേക്ക് കൂടുതൽ ആകൃഷ്ടരാക്കാൻ പരിശ്രമിക്കുക, അതുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്തുക എന്ന വിവിധ തരം പ്രവർത്തനങ്ങളാണ് ജൈവ കർഷക സമിതി നടത്തുന്നത്. തികച്ചും പരിസ്ഥിതി സൗഹൃദപരമായി അധികം ചെലവും ആയാസവുമില്ലാതെ ലാഭകരമായി ചെയ്യാവുന്ന ഒന്നാണ് കൂൺ കൃഷി. കേരളത്തിൽ കൂണിന് വിപണന സാധ്യത വർദ്ധിച്ചു വരികയുമാണ്. കൂൺ കൃഷിയിൽ 3 പതിറ്റാണ്ടിലേറെ നീളുന്ന അനുഭവ സമ്പത്തുമായാണ് തിരുവനന്തപുരം വഴയില സ്വദേശി പരമേശ്വരൻ ഹരിത സംഗമത്തിനെത്തിയത്. പ്രകൃതിക്കോ അതുപോലെ പരിസ്ഥിതിക്കോ യാതൊരു കോട്ടവും തട്ടാത്ത ഒരു കൃഷിയാണ് കൂൺ കൃഷി. ഇത് ശരിക്കും പറഞ്ഞാൽ തികച്ചും ജൈവികമായ ഒരു കൃഷിയാണ്. രാസവളങ്ങളോ കീടനാശിനികളോ ജൈവവളങ്ങളോ ജൈവ കീടനാശിനികളോ ഒന്നും തന്നെ ഉപയോഗിക്കാത്ത പ്രകൃതിദത്തമായി കിട്ടുന്ന കൂണിനെ അതേപടി ടിഷ്യൂ കൾച്ചർ ടെക്നിക്കിൽ വിത്തുൽപാദിപ്പിച്ച് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് കൂൺ കൃഷി. നിരവധി ഇനം നാടൻ കിഴങ്ങുവർഗ്ഗങ്ങളാൽ സമൃദ്ധമായിരുന്നു വയനാട്. ഇവിടത്തെ ആദിവാസി ജനവിഭാഗങ്ങളുടെ ഭക്ഷ്യസുരക്ഷയിൽ ഈ കിഴങ്ങുവർഗ്ഗങ്ങൾ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന വയനാട്ടിലെ ഈ കിഴങ്ങുകളുടെ വൈവിധ്യം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു പദ്ധതി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇടവക പഞ്ചായത്തിൽ പുരോഗമിക്കുകയാണ്. ഏകദേശം 53ഓളം ഇനം വ്യത്യസ്ത ഇനം കിഴങ്ങ് വർഗ്ഗങ്ങളെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തുവാൻ, അത് ഒരു പൊതുജനിതക സംഭരണിയിൽ നട്ട് പരിപാലിച്ച് കൂടുതൽ കിഴങ്ങുകൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനും അതിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ പരമ്പരാഗത കൃഷി രീതികളിലേക്ക് തിരിയാൻ കേരളത്തിലെ കർഷകരിലേറെയും സന്നദ്ധരാണ്. ഇവരെ ഇതിന് പ്രാപ്തരാക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ എല്ലാ തലങ്ങളിലും ഉണ്ടാകേണ്ടതുണ്ടെന്ന സന്ദേശമാണ് ഹരിത സംഗമത്തിലൂടെ ഉരുത്തിരിഞ്ഞത്. ഉൽപാദന വർധനവിനൊപ്പം ജൈവ വൈവിധ്യത്തിൻ്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിനു കൂടി ഉതകും വിധമാകണം കാർഷിക പദ്ധതികളും നയങ്ങളുമൊക്കെ രൂപീകരിക്കേണ്ടത്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും ആഗോള താപനത്തിൻ്റെയും യുഗത്തിൽ പ്രകൃതി രക്ഷതി രക്ഷിത അഥവാ പ്രകൃതിയെ രക്ഷിച്ചാൽ അത് നമ്മളെയും രക്ഷിക്കും എന്ന വചനത്തിന് എന്നത്തേക്കാളും പ്രസക്തി ഏറുകയാണ്.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അലങ്കാര മത്സ്യകൃഷിയിൽ പരിശീലനം. കൃഷി വിജ്ഞാന കേന്ദ്രം സ്മാർട്ട് ഗ്രീൻ ഷോപ്പുകൾ ആരംഭിച്ചു. ഇനി മുതൽ ചെറു ബാഗുകളിൽ കോഴിത്തീറ്റയും കാലിത്തീറ്റയും ലഭ്യമാകും. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. അലങ്കാര മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി വിവിധ പദ്ധതികളും പരിശീലന പരിപാടികളും നടപ്പിലാക്കുന്നു. ചെറു സംരംഭങ്ങൾ, ഇടത്തരം വൻകിട സംരംഭങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. ചെറുകിട സംരംഭങ്ങൾ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നത്. ഒരു ക്ലസ്റ്ററിൽ 5 കർഷകർ ഉണ്ടായിരിക്കണം. ഇവർ ഓരോരുത്തർക്കും 1.5 ലക്ഷം രൂപയോളം മുതൽ മുടക്ക് വരുന്ന ഒരു പ്രജനന വളർത്തു കേന്ദ്രം ഉണ്ടായിരിക്കണം. പരമാവധി ധനസഹായം 75,000 രൂപയാണ്. ഇടത്തരം വൻകിട പ്രജനന വളർത്തു കേന്ദ്രങ്ങൾക്ക് യഥാക്രമം 2 ലക്ഷം രൂപ വരെ 7.5 ലക്ഷം രൂപ വീതം സാമ്പത്തിക സഹായം നൽകും. പദ്ധതിയെക്കുറിച്ചും പരിശീലനത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ ബന്ധപ്പെടേണ്ട വിലാസം: പ്രോഗ്രാം മാനേജർ, MPEDA, പ്രാദേശിക കാര്യാലയം, പനമ്പള്ളി നഗർ, കൊച്ചി. വിളിക്കേണ്ട ഫോൺ നമ്പർ 0484 2315558. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484 2315558. റബ്ബർ നടുന്നതിന് വേണ്ടിയുള്ള നിലമൊരുക്കൽ, നിരയെടുപ്പ്, കുഴിയെടുപ്പ്, നിരപ്പ് തട്ട് നിർമ്മാണം, നടീൽ രീതികൾ എന്നിവയിൽ മാർച്ച് 18-ന് കോട്ടയം റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏകദിന പരിശീലനം നൽകുന്നു. 400 രൂപയാണ് പരിശീലന ഫീസ്. റബ്ബർ ഉൽപ്പാദക സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് പരിശീലന ഫീസിൽ 25% ഇളവ് ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 2353127. മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇടയാറിൽ വളർത്തുപക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള തീറ്റ നിർമ്മിക്കുന്ന ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചു. പ്രതിദിനം 100 മെട്രിക് ടൺ ഉൽപ്പാദനശേഷിയുള്ള പ്ലാന്റാണ് ഇത്. ഉൽപ്പാദിപ്പിക്കുന്ന തീറ്റ 5 കിലോ മുതലുള്ള ചെറു ബാഗുകളിൽ കർഷകർക്ക് ലഭ്യമാക്കും. മധ്യ കേരളത്തിലെ കാലിത്തീറ്റ, കോഴിത്തീറ്റ ക്ഷാമം പരിഹരിക്കുകയാണ് മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം. പത്തനംതിട്ട ജില്ലയിലെ കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രം കർഷകർക്കായി സ്മാർട്ട് ഗ്രീൻ ഷോപ്പുകൾ തുടങ്ങി. കൃഷി ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കർഷകർക്ക് ഗ്രീൻ ഷോപ്പിലൂടെ വിൽക്കാം. പച്ചക്കറി, ഏത്തക്കായ, ചേന, കാച്ചിൽ, ചേമ്പ് എന്നിവയും സുഗന്ധവിളകളായ ഇഞ്ചി, മഞ്ഞൾ എന്നിവയും വിപണന കേന്ദ്രത്തിൽ ലഭിക്കും. കൂൺ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അത്യുൽപാദന ശേഷിയുള്ള നടീൽ വസ്തുക്കളും ഗ്രീൻ ഷോപ്പിൽ നിന്നും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0469 2662904. ഗ്രാഫ്റ്റ് ചെയ്ത പ്രിയൂർ മാവിൻ തൈകൾ തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ സെൻട്രൽ നഴ്സറിയിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0487 2371104. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12,200 രൂപ, കോഴിക്കോട് 13,200 രൂപ, തൃശ്ശൂരിൽ 12,100 രൂപ. കൊപ്ര കൊച്ചിയിൽ 8,650 രൂപ, കോഴിക്കോട് 8,700 രൂപ, തൃശ്ശൂരിൽ 8,430 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 50,900 രൂപ, ഗാർബിൾഡ് 52,900 രൂപ. ചുക്ക് മീഡിയം 23,000 രൂപ, ചുക്ക് ബെസ്റ്റ് 24,000 രൂപ. മഞ്ഞൾ സേലം 7,200 രൂപ, ഈറോഡ് 7,500 രൂപ. അടയ്ക്ക പുതിയത് 14,500-നും 15,500-നും മധ്യേ. കൊച്ചി റബ്ബർ 5 ഗ്രേഡ് 14,500 രൂപ, റബ്ബർ 4 ഗ്രേഡ് 14,900 രൂപ. കോട്ടയം റബ്ബർ 5 ഗ്രേഡ് 14,500 രൂപ, റബ്ബർ 4 ഗ്രേഡ് 14,950 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,200 രൂപ, മാർച്ച് അവധി 12,100 രൂപ, ഏപ്രിൽ അവധി 11,400 രൂപ, മെയ് അവധി 11,180 രൂപ, ജൂൺ അവധി 10,780 രൂപ. കൊപ്ര 8,440-നും 8,650-നും മധ്യേ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,900 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 50,900 രൂപ, ഗാർബിൾഡ് 52,900 രൂപ. ഇനി കമ്പോള അവലോകനം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഹോളി ആഘോഷങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചതുമൂലം
സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പുതിയ അന്വേഷണങ്ങളില്ല. അതേസമയം വിൽപ്പന സമ്മർദ്ദം നാളികേരോൽപ്പന്നങ്ങളിൽ പിരിമുറുക്കമുളവാക്കി. തമിഴ്നാട് വിപണിയായ കാങ്കയത്ത് വെളിച്ചെണ്ണ വില 200 രൂപ കുറഞ്ഞ് 11,800 ഇടപാടുകൾ തുടങ്ങിയത്. അയൽ സംസ്ഥാനത്തെ തളർച്ച മുൻനിർത്തി വൻവിലയ്ക്ക് കൊപ്ര ശേഖരിക്കാൻ പ്രാദേശിക ഓയിൽ മില്ലുകാർ മടിഞ്ഞു. തൃശൂരിൽ വെളിച്ചെണ്ണ 12,100 രൂപയായും കൊപ്ര 8,430 രൂപയായും താഴ്ന്നു. ടയർ നിർമ്മാണ മേഖലയിൽ നിന്ന് റബ്ബറിന് പുതിയ ആവശ്യക്കാരില്ല. അതേസമയം കാർഷിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഷീറ്റ് നീക്കം ചുരുങ്ങിയത് ഉൽപ്പന്നത്തിന് ഇന്ന് താങ്ങായി. കൊച്ചിയിലും കോട്ടയത്തും കാര്യമായി റബ്ബർ വിൽപ്പനയ്ക്കെത്താഞ്ഞതിനാൽ 4ാം ഗ്രേഡ് കിലോ 148 5ാം ഗ്രേഡ് 145 രൂപയിലുമാണ് നീങ്ങുന്നത്. രാജ്യാന്തര റബ്ബർ വിപണിയും ഇന്ന് നേരിയ റേഞ്ചിലാണ് നീങ്ങിയത്. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ കൂടിയ താപനില കണ്ണൂർ കൂടിയ താപനില 38.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.4, 24.3. കൊച്ചി 34.2, 23.8. ആലപ്പുഴ 32.4, 24.2. പുനലൂർ 37.5, 19.5. തിരുവനന്തപുരം കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.